നമസ്കാരം. ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിടിമുറുക്കം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാഫിലെ വെൽഫെയർ തിരക്കഥ. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തിരുത്തൽ പ്രഖ്യാപനം വെറും ജലരേഖയോ? കോൺഗ്രസിന്റെ കപട മതേതരത്വവും അവിശുദ്ധ കൂട്ടുകെട്ടും തെളിവ് സഹിതം പുറത്തേക്ക്. കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ നിന്നിപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ മതേതര കേരളത്തെയും ജനാധിപത്യ വിശ്വാസികളെയും ഒരേപോലെ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലേറ്റാൻ അണിയറയിൽ ഒത്തുകളിച്ച തീവ്ര നിലപാടുകളുള്ള വർഗീയ സംഘടനകൾ ഇപ്പോൾ ഭരണത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ആസൂത്രിതമായി കയറിപ്പറ്റുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകനായ യു ഷൈജുവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ച വാർത്തയാണിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ നേരിട്ടുള്ള രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ സജീവ പ്രവർത്തകനും അവരുടെ സ്വന്തം ചാനലായ മീഡിയ വണ്ണിലെ മാനേജ്മെന്റ് പ്രതിനിധിയുമായ ഒരു വ്യക്തിയെ മതേതരത്വത്തിന്റെ കാവലാളാകേണ്ട മന്ത്രിമാർ ഒപ്പം കൂട്ടുമ്പോൾ ഇത് കേവലം ഒരു സാധാരണ നിയമനമല്ല. ഭരണകൂടത്തെ ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കാനും തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാനുമുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നത് വ്യക്തമാണ്. മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിച്ച UDF ജമാഅത്ത് ഇസ്ലാമി അവിശുദ്ധ കൂട്ടുകെട്ടെന്ന ആരോപണം അത്രയും ശരിയായിരുന്നുവെന്ന് കോൺഗ്രസിന്റെ സ്വന്തം അണികൾ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ചെയ്ത സഹായത്തിന് പ്രത്യുപകാരമായി ഭരണത്തിന്റെ പങ്ക് വർഗീയ ശക്തികൾക്ക് വീതം വെച്ച് നൽകുന്ന കോൺഗ്രസിന്റെ ഈ രാജ്യവിരുദ്ധ നയത്തിനെതിരെ കനത്ത അമർഷമാണ് പുകയുന്നത്. വീഴ്ചകളിൽ തൂങ്ങി ഊഞ്ഞാലാടില്ല, തിരുത്തി മുന്നോട്ടു പോകുമെന്ന് നിരന്തരം പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മൂക്കിന് താഴെയാണ് ഈ തരംതാണ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ട് അരങ്ങേറുന്നത്. അദ്ദേഹം തിരുത്തി മുന്നോട്ട് പോയാൽ കൊള്ളാം. ഈ വിവാദ നിയമനത്തിന്റെ വേരുകൾ തിരഞ്ഞു പോയാൽ ചെന്നെത്തുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കായംകുളം നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് പിടിക്കാനും പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും യു ഷൈജു മുൻപന്തിയിലുണ്ടായിരുന്നു. ഒരു ചാനലിന്റെ മാനേജ്മെന്റ് പ്രതിനിധി എന്ന മറുപുറം നിലനിർത്തിക്കൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ അജണ്ടകൾ താഴെത്തട്ടിൽ നടപ്പിലാക്കാൻ ഇയാൾ സജീവമായി രംഗത്തിറങ്ങി. ഇയാൾ വെൽഫെയർ പാർട്ടിയുടെ കൊടിയുമേന്തി വോട്ട് ചോദിക്കുന്നതിന്റെയും പ്രസംഗിക്കുന്നതിന്റെയും വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ ഒരു പ്രബല വിഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിൽ ചോരനീരാക്കി പണിയെടുത്ത ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലലയുമ്പോൾ ഇത്തരമൊരു തീവ്ര പ്രത്യയശാസ്ത്ര പശ്ചാത്തലമുള്ള വ്യക്തിയെ എങ്ങനെ ഭരണത്തിന്റെ ഉന്നത പദവിയിൽ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നാണ് അണികളുടെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇയാളെ ഭരണത്തിലേക്ക് തിരികെ കയറ്റാൻ ഇതിനു മുൻപും ശക്തമായ ശ്രമങ്ങൾ നടന്നിരുന്നു. കായംകുളം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി എം ലിജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇയാളെ ഉൾപ്പെടുത്താനായിരുന്നു ആദ്യ നീക്കം. എന്നാൽ കായംകുളത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും INTUC യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നു. പ്രാദേശികമായ ആ വലിയ പ്രതിഷേധത്തെ തുടർന്ന് അന്ന് എം ലിജുവിന്റെ സ്റ്റാഫിൽ നിന്ന് ഇയാളെ ഒഴിവാക്കാൻ നേതൃത്വം നിർബന്ധിതരായി. എന്നാൽ ആ തിരുത്തലിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പാർട്ടിയിലെ ചില ഉന്നതർ തയ്യാറായില്ല. കായംകുളത്ത് തടഞ്ഞ വെൽഫെയർ പാർട്ടിയുടെ ഈ കണിശക്കാരനായ പ്രതിനിധിയെ പിന്നീട് തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പിൻവാതിലൂടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന പദവിയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടേത്. വകുപ്പിലെ ഫയലുകൾ നീക്കുന്നതിലും സർവകലാശാലയിലെ VC നിയമനങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ നയ രൂപീകരണത്തിലും ഈ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് വലിയ സ്വാധീനം ചെലുത്താനാകും. ഇത്തരമൊരു തന്ത്രപ്രധാന കസേരയാണിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് തളികയിൽ വെച്ച് നീട്ടിയിരിക്കുന്നത്. ഈ അവിശുദ്ധ നിയമന വാർത്ത പുറത്തു വന്നതോടെ കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ് കടുത്ത അതൃപ്തിയിലുമാണ്. പാർട്ടിയുടെ ആദർശങ്ങളെയും മതേതര നിലപാടുകളെയും പൂർണ്ണമായി തള്ളിക്കളയുന്നതാണ് ഈ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലുള്ള പ്രമുഖ നേതാവ് KPCC പ്രസിഡന്റിന് ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ ഒരാളെ മന്ത്രിയുടെ നിഴലായി നടക്കാൻ അനുവദിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുമെന്നും മതേതര വോട്ടർമാർക്കിടയിൽ കോൺഗ്രസിനോടുള്ള വിശ്വസ്തത പൂർണ്ണമായി നഷ്ടപ്പെടുത്തുമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. മന്ത്രി റോജി എം ജോൺ അടിയന്തരമായി ഈ നിയമനം പുനഃപരിശോധിക്കണം. വർഗീയ ശക്തികളുമായി യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാകരുത്. ഈ വിഷയത്തിൽ KPCC നേതൃത്വവും മുഖ്യമന്ത്രിയും അടിയന്തരമായി ഇടപെട്ട് ഷൈജുവിനെ പുറത്താക്കാൻ നിർദ്ദേശം നൽകണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നു. താഴെത്തട്ടിൽ പാർട്ടിയുടെ പോസ്റ്റർ ഒട്ടിക്കാനും കൊടിപിടിക്കാനും മാത്രം സാധാരണ അണികൾ വേണം. എന്നാൽ ഭരണം കിട്ടുമ്പോൾ അതിന്റെ സുഖലോലുപതയും ഉയർന്ന ശമ്പളവുമുള്ള പേഴ്സണൽ സ്റ്റാഫ് പദവികളും ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് നൽകണമെന്ന നയം ഇനി അനുവദിക്കില്ല എന്നാണ്
എന്നതാണ് അണികളുടെ പരസ്യമായ നിലപാട്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഒത്തുതീർപ്പുകളുടെ പേരിൽ പാർട്ടിയുടെ അന്തസ്സ് പണയം വയ്ക്കരുതെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അടുത്തിടെ തിരുവനന്തപുരത്ത് നടന്ന രാഷ്ട്രീയ വിശദീകരണ പരിപാടികളിൽ സംസ്ഥാനത്തെ ചില വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെതിരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച വ്യക്തിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. വിദ്യാഭ്യാസ രംഗത്തെ ദേശീയവൽക്കരണ നീക്കങ്ങളെ തകർക്കാനും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി മന്ത്രി വലിയ രീതിയിൽ പ്രസ്താവനകൾ നടത്തിയിരുന്നു. എന്നാൽ ദേശീയ പ്രസ്ഥാനങ്ങളെയും സാംസ്കാരിക സംഘടനകളെയും ഒരു വശത്ത് ശക്തമായി എതിർക്കുമ്പോൾ തന്നെ മറുവശത്ത് തീവ്ര മതമൗലികവാദ നിലപാടുകളുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവിനെ സ്വന്തം ചേംബറിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഇരുത്തിയാണ് മന്ത്രി പ്രസ്താവനകൾ ഇറക്കിയതെന്നത് കോൺഗ്രസിന്റെ വലിയ ഇരട്ടത്താപ്പാണ് തുറന്നു കാണിക്കുന്നത്. ദേശീയതയെ ചെറുക്കാൻ തീവ്ര വർഗീയതയെ കൂട്ടുപിടിക്കുന്ന കോൺഗ്രസിന്റെ ഈ മൃദു സമീപനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് ഭീഷണിയാകുന്നത്. ദേശീയ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള മന്ത്രിയുടെ പോരാട്ടം വെറും കാപട്യമാണെന്നും സ്വന്തം സ്റ്റാഫിലിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പ്രതിനിധിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള നാടകമായിരുന്നു ആ പ്രസ്താവനകളെന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണമാണ് തങ്ങളുടേതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിരന്തരം അവകാശപ്പെടാറുണ്ട്. ഭരണപരമായ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കാതെ വീഴ്ചകളിൽ തൂങ്ങി ഊഞ്ഞാലാടില്ല, തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കാറുള്ളതാണ്. കായംകുളത്ത് പ്രാദേശികമായി ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ മാനിച്ചു തന്നെയാണ് അന്ന് മന്ത്രി M. ലിജു ഇയാളെ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇതേ തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ തിരുത്തൽ പ്രക്രിയ വെറും പൊള്ളയായ വാഗ്ദാനമാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ട ഘട്ടമാണിത്. മതേതര കേരളത്തിന്റെ മനസാക്ഷിയെ മുറിപ്പെടുത്തുന്ന സ്വന്തം അണികളെ പോലും പരസ്യമായി കലാപത്തിലേക്ക് നയിക്കുന്ന ഈ അവിശുദ്ധ നിയമനം റദ്ദാക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. സ്വന്തം മന്ത്രിസഭയിലെ അംഗം ഒരു തീവ്ര വർഗീയ സംഘടനയുടെ നേതാവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി വെച്ചതിനെതിരെ മുഖ്യമന്ത്രി പുലർത്തുന്ന നിശബ്ദത അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതാണ്. തെറ്റുകൾ ബോധ്യപ്പെട്ടിട്ടും അതിനെ തിരുത്താൻ തയ്യാറാകാതെ മുന്നോട്ടു പോയാൽ അത് UDF സർക്കാരിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്നത്. ഈ വലിയ രാഷ്ട്രീയ വിവാദത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. ഷൈജു ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ ചാനലിന്റെ മാനേജ്മെന്റ് പ്രതിനിധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പ്രമുഖ ദൃശ്യാവിഷ്കാര മാധ്യമങ്ങൾ പലതും ഈ വാർത്ത വിഴുങ്ങാനാണ് ശ്രമിക്കുന്നത്. മാധ്യമ ലോകത്തെ ആഭ്യന്തര ബന്ധങ്ങളും സ്വാധീനവും ഉപയോഗിച്ച് ഈ വാർത്ത പൊതുജന മധ്യത്തിൽ എത്താതിരിക്കാൻ വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങളാണ് നടക്കുന്നത്. ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന ഈ ആസൂത്രിത കടന്നുകയറ്റം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഈ സർവകലാശാല ഭരണത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന ആശങ്ക ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. സർക്കാരിന്റെ നിർണായകമായ തീരുമാനങ്ങൾ ചോർത്തപ്പെടാനും ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രം വിദ്യാഭ്യാസ നയങ്ങളിൽ കലർത്താനും ഇത്തരം ഒരു പദവി ദുരുപയോഗം ചെയ്യപ്പെടാം. കേരളത്തിലെ ജനങ്ങൾ UDFന് വോട്ട് നൽകിയത് ഒരു മതേതര ഭരണം പ്രതീക്ഷിച്ചാണ്. എന്നാൽ അധികാരത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ വർഗീയ ശക്തികൾക്ക് ഭരണത്തിന്റെ താക്കോൽ സ്ഥാനങ്ങൾ വെച്ചുമാറുന്ന കാഴ്ചയാണ് കാണുന്നത്. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാൻ മന്ത്രി റോജി എം ജോൺ തയ്യാറാകണം. കായംകുളത്തെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു വ്യക്തിയെ തിരുവനന്തപുരത്തെ മന്ത്രിക്ക് വേണ്ടി വരുന്നതിന് പിന്നിലെ രഹസ്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. KPCC പ്രസിഡന്റിന് മുന്നിലെത്തിയ പരാതിയിലും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുള്ള ഫയലിലും അടിയന്തര തീരുമാനമുണ്ടാകണം. തിരുത്തി മുന്നോട്ടു പോകുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസ്താവനകളല്ലെന്ന് തെളിയിക്കേണ്ടത് ഈ ഘട്ടത്തിലാണ്. സാധാരണക്കാരുടെ പ്രതിഷേധത്തെ മാനിച്ചും ഇത്തരം തീവ്ര നിലപാടുകളുള്ള സംഘടനകളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചും ഷൈജുവിനെ ഉടനടി പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പുറത്താക്കാൻ സർക്കാർ തയ്യാറാകണം. അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും മന്ത്രിമാരുടെ വസതികൾക്ക് മുന്നിലും കടുത്ത ജനകീയ പ്രതിഷേധങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് നേരിടേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.